തുടങ്ങട്ടെ മിസ്റ്റർ? ഹലോ, ലിറ്റററി ലാൻസിന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ നസീർ അലി സാറിനെ ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു ബുക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ എത്തുന്നത് നമ്മുടെ സഹപാഠിയായ നിഹലയാണ്. ദൈവത്തിന്റെ ചാരന്മാർ എന്ന ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ മഹത്തരമായ ഒരു കൃതിയാണ് നിഹല ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നിഹലയെ പുസ്തക അവലോകനത്തിനായി സ്വാഗതം ചെയ്യാം. നിഹല. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഓഡിബിൾ ആണോ? ഞാന് കേൾക്കുന്നുണ്ടോ? യെസ്. തുടങ്ങിക്കോട്ടെ. ഓക്കെ. ആദ്യമായിട്ട് ലിറ്റററി ലെൻസിന്റെ ഈ 10ാമത്തെ എപ്പിസോഡ് അല്ലെ, ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് അവതരിപ്പിക്കാൻ ചാൻസ് നൽകിയ ലിറ്റററി ക്ലബിലെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആദ്യം ഈ ഒരു ബുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകം ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. ജോസഫ് അന്നംകുട്ടി ജോസിനെ നമുക്ക് പലർക്കും അറിയുന്ന ഒരാളായിരിക്കും അല്ലെ. നമുക്ക് കൂടുതൽ പരിചയം ഒരു യൂട്യൂബർ എന്നുള്ള നിലക്കായിരിക്കാം. അദ്ദേഹം ബേസിക്കലി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു റേഡിയോ ജോക്കിയാണ്, ഒരു ഹോസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ഓഥർ കൂടിയാണ്, അതുപോലെ ഒരു നടനും കൂടിയിട്ടാണ് ഉള്ളതാണ് ഈ ജോസഫ് അന്നംകുട്ടി ജോസ്. ഇദ്ദേഹത്തിന്റെ പുസ്തകം DC ബുക്സ് ആണ് ഇറക്കിയിട്ടുള്ളത്. ഇത് ഇദ്ദേഹത്തിന്റെ 3ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം ഓർമ്മകൾ എന്ന് പറയുന്നതും, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ പുസ്തകമാണ് ബറീഡ് തോട്ട്സ്. ബറീഡ് തോട്ട്സ് എന്ന് പറയുന്ന പുസ്തകം ഇതുപോലെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകമായിരുന്നു. അതിനുശേഷം വന്നതാണ് ഈ ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന ഈ ഒരു കൃതി. ഇറങ്ങി കുറച്ച് കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ ചാരന്മാർ. ഇതൊരു മെമ്മോയർ ജോണറിൽ വരുന്ന പുസ്തകമാണ്, ഓർമ്മക്കുറിപ്പുകളാണ് ബേസിക്കലി. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഉപരി ഇതൊരു സെൽഫ് ഹെൽപ്പ് തലത്തിൽ വരുന്ന ഒരു പുസ്തകം കൂടിയിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആമുഖം എന്ന് പറയുന്നതിന്റെ പേരുള്ളത് വാതിൽ എന്നാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, ഇതൊരു മോട്ടിവേഷണൽ പുസ്തകമല്ല, ഇതിന്റെ അക്ഷരസോപാനം താണ്ടി ആർക്കും ജീവിത വിജയം സ്വന്തമാക്കാനും സാധിക്കില്ല. മലയാള സാഹിത്യത്തിലേക്കുള്ള ഒരു സംഭാവനയും ഇതിലില്ല. ഇത് അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കൊട്ടേഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ഇതിലെ ഏതെങ്കിലും ഒരു അധ്യായം ആരെങ്കിലും സ്വാധീനിക്കാതിരിക്കുന്നുണ്ടാവില്ല. പൊതുവെ എനിക്ക് ഈ ഇങ്ങനത്തെ ഒരു സെൽഫ് ഹെൽപ്പ് തലത്തിൽ വരുന്ന പുസ്തകങ്ങളോടൊന്നും വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ വേഗം മടുക്കുന്ന തരത്തിലുള്ളതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് സുപരിചിതനായിട്ടുള്ള നമ്മളൊരു യൂട്യൂബർ എന്ന നിലക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോ അങ്ങനത്തെ ഇതിലാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിക്കുന്നത്, ദൈവത്തിന്റെ ചാരന്മാർ എന്ന ഒരു പുസ്തകം. പക്ഷെ എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം നമ്മളോടൊരു സംസാരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളതും. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ശൈലി, അതുപോലെ ഭാഷ, അതുപോലെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള എന്തോ ഒരു മാജിക്കൽ ഹാൻഡ്സ്, അദ്ദേഹത്തിന്റെ മാജിക്കൽ ആയിട്ടുള്ള എന്തോ അദ്ദേഹത്തിന്റെ ഒരു ഒരു അവതരണ ശൈലിയിലുണ്ട്. ഇനി ഇതിനെ കുറിച്ച്, ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് വിശദീകരിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ജീവിതം അവസാനിക്കാനാവുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്ന 3 ചോദ്യങ്ങളാണ്. നമ്മൾ എത്ര സൗമ്യമായി ജീവിച്ചു, അതുപോലെ എത്രത്തോളം ആഴത്തിൽ നമ്മൾ സ്നേഹിച്ചു, അതുപോലെ തന്നെ എത്രത്തോളം കുലീനമായി നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്തു. നമ്മുടെ ജീവിതത്തില് ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ടാവും അല്ലേ. ചിലപ്പം
നമ്മൾ വളരെ ആഴത്തിൽ സ്നേഹിച്ചിട്ട് നമുക്ക് സ്വന്തമാക്കാനാകാതെ പോയൊരു പ്രണയമാവാം. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതം തന്നെ വഴിതിരിച്ചു വിടുന്ന ഒരു അധ്യാപികയായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടേതെന്ന് നമുക്ക് അഹങ്കരിക്കാവുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾ, സഹപാഠികളായിരിക്കാം. എന്തിനായിരിക്കും ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം? ഇപ്പൊ ഒരു എന്തായിരിക്കാം അവരുടെ പർപ്പസ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകൾ അവര് നമ്മളെ കുറച്ചും കൂടിയും നല്ല മനുഷ്യനാക്കാൻ, നമ്മുടെ തന്നെ ഒരു നല്ലൊരു എഡിഷൻ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു പറ്റം ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളെയാണ് ജോസഫ് അന്നംകുട്ടി ജോസ് ദൈവത്തിന്റെ ചാരന്മാർ എന്ന് വിളിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ജോസഫ് എന്നൊരു എഴുത്തുകാരനെ, ഇപ്പോ എന്റെ മുന്നിലിരിക്കുന്ന ഈ ഒരാളെ ഇങ്ങനെ ആക്കി മാറ്റി തീർത്തത് ആരുടെ മാജിക്കൽ ഹാൻഡ്സ് ആണ്? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള ഒരു മറുപടിയാണ്: ഒരുപാട് മനുഷ്യരിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഞാൻ ഇവിടം വരെ ഒക്കെ എത്തിയിട്ടുള്ളത്. കടമെടുത്തതെന്ന് പറയുന്നത് സമയമാവാം, അല്ലെങ്കിൽ സഹായങ്ങളായിരിക്കാം. ഒരുപാട് പേരുടെ കളക്ഷൻസ് ആണ് എന്റെ ജീവിതം. ഇതാണ് ഇദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ള മറുപടി. അപ്പൊ ഇത്തരത്തില് നമ്മളും നമ്മുടെ ജീവിതം ഒന്ന് അനലൈസ് ചെയ്താൽ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്കൊരു ഉറപ്പുള്ളത്, ഈ ഒരു ഓരോ അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോഴും ആ ഒരു നമ്മളുമായിട്ട് ഒരു കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വളരെ നമുക്ക് താരതമ്യം ചെയ്ത് വായിക്കാൻ പറ്റുന്ന അധ്യായങ്ങളാണ് ഇതിലുള്ളത്. 21 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ഇതിലെ ഓരോ അധ്യായങ്ങളും ഇദ്ദേഹത്തിന്റെ ഓരോ അനുഭവ കഥകളാണ് ഇതിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്. ചിലത് അദ്ദേഹത്തെ വളരെ മോട്ടിവേറ്റഡ് ആക്കിയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിലെ ചില അധ്യായങ്ങളെ നമുക്ക് പരിചയപ്പെടാം. 21 അധ്യായങ്ങൾ ഇതിലുണ്ട്. ഇതിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് കുംഭസാരം എന്നാണ്. ഇതില് ഇദ്ദേഹം ആദ്യം MBA കഴിഞ്ഞ ആളാണ്. MBA കഴിഞ്ഞ് പക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു കുമ്പസരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളി ചെന്നപ്പോ അവിടെയുള്ള ഒരു യുവ പള്ളിയിലച്ഛൻ, അത്ര പ്രായമൊന്നുമില്ലാത്ത യുവാവായ ഒരു പള്ളിയിലച്ഛൻ ഇദ്ദേഹത്തെ MBA പാസ്സാവാൻ സഹായിച്ചു. എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടിയും ഒരു ഇമോഷണൽ ടച്ച് വരുന്ന ഒരു അധ്യായമാണ് എന്റെ ഇരട്ട ലജ്ജ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ. ജോസഫ് അന്നംകുട്ടി ജോസ് ആണ്. തന്റെ പേരിന്റെ കൂടെ അമ്മയുടെ പേരും കൂടി ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോസഫ്. അന്നംകുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഓരോ യൂട്യൂബ് കണ്ടന്റ്സ് ഒക്കെ അദ്ദേഹത്തെ ഇടുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ വരുന്ന കുറച്ച് കോമന്റ്സ് ആണ്: എന്തൊരു ഭാഗ്യം ചെയ്ത അമ്മയാണ്, ഇങ്ങനത്തെ ഒരു മകനെ കിട്ടാന് ഒരുപാട് ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് സെക്ഷൻ വരുമ്പോൾ അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ അമ്മയെ അത്ര കണ്ട് സ്നേഹിക്കുന്നില്ല എന്നും എന്റെ അമ്മയ്ക്ക് ഞാൻ അത്ര വലിയൊരു ഭാഗ്യമല്ല എന്നും എനിക്ക് ലോകത്തോട് വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. സോ അതാണ് അദ്ദേഹം പറയുന്നതില്. മീൻസ് തുടക്കത്തിലൊക്കെ ഈ നമ്മളാ ഒരു യൂത്തിന്റെ സ്റ്റേജിലൊക്കെ ഇദ്ദേഹത്തിന്റെ അമ്മയോട് വളരെ ചേർച്ചയിലായിരുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എന്നെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും മോശമായ പരാമർശം അമ്മയുടെയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇങ്ങനെയായിരുന്നു: ജോസഫേ, ഈ ലോകത്തില് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നിന്നോട് സംസാരിക്കാനാണ്. എന്റെ 3 മക്കളില് നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ 2-3 വട്ടം ആലോചിക്കും. സത്യം പറഞ്ഞ എനിക്ക് നിന്നെ പേടിയാണ്. ഒരു മകനെ കുറിച്ച് ഒരമ്മ പറയുന്ന, മുഖത്തൊക്കെ പറയുന്ന സംഭവമാണ്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താ വെച്ചാല്, ഇദ്ദേഹം അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് അമ്മനെ നോക്കിക്കാണാണ്. എങ്ങനെയാണ് അമ്മ ജീവിച്ചു വന്നത്, എന്തുകൊണ്ടാവാം അമ്മ ഇങ്ങനെ ഒക്കെ ആവുന്നത്, എന്തുകൊണ്ടാണ് അമ്മ ഇത്രയും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത്, ഇതൊക്കെ അദ്ദേഹം ആലോചിക്കുകയാണ്. ഇതിന്റെ അവസാനത്തില് അദ്ദേഹം പറയുന്നുണ്ട്, അമ്മയുടെ മൂർച്ചയേറിയ വാക്കുകൾ അവർക്കേറ്റ മുറിവുകളുടെ റിഫ്ലക്ഷൻസ് ആണ്. എന്റെ അമ്മ ഒരുപാട് സ്നേഹം അർഹിക്കുന്നുണ്ട്. മകൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ആക്സെപ്റ്റ് ഹർ ദ വേ ഷീ ഈസ്. എങ്ങനെയാണോ അമ്മ,
അങ്ങനെ അങ്ങനെ അവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു അമ്മയെ കുറിച്ചുള്ള ഒരു അധ്യായം. അതുപോലെ വളരെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന ഒരു അധ്യായം. സ്ത്രീയും പുരുഷനും എന്ന അധ്യായത്തിൽ പറയുന്നത് 2017 വളരെ ഒരു ലോക ശ്രദ്ധ നേടിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു മീ ടു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഒരു ഹോളിവുഡ് നടി അലീസ മിലാനോ എഴുതിയ ഒരു ട്വീറ്റ് അത് ഇതായിരുന്നു: ഇഫ് യു ഹാവ് ബീൻ സെക്ഷുവലി ഹരാസ്ഡ് ഓർ അസോൾട്ടഡ് റൈറ്റ് മീ ടു ആസ് എ റിപ്ലൈ ടു ദിസ് ട്വീറ്റ്. ഇതായിരുന്നു ആ ഒരു വളരെ ലോകശ്രദ്ധ നേടിയ ഒരു ട്വീറ്റ്. ഇതായിരുന്നു അത് എല്ലാവരും ഏറ്റെടുത്തു. ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു മീറ്റു എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിന് നമ്മളെ കേരളത്തിൽ വരെ ഭയങ്കര ഒരു ഇതിന്റെ ഓളുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ റീമ കല്ലിങ്കൽ, സജിത മഠത്തിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതില് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അതിനെ വിശകലനം ചെയ്യാണ് ചെയ്യുന്നത്. സ്ത്രീയുടെ ഭാഗത്തു നിന്നും പുരുഷന്റെ ഭാഗത്തു നിന്നും ഒരുപോലെ നിന്ന് അനലൈസ് ചെയ്യുക ചെയ്യുന്നത്. അതിൽ പറയുന്ന ഒരു വാക്ക് സെക്സ് എന്നൊരു വാക്ക് ഉള്ളത് കൊണ്ട് മാത്രം ശക്തവും വ്യക്തവുമായ രീതിയിൽ നടപ്പിലാക്കാൻ എല്ലാവരും മറന്നുപോയൊരു സംഗതിയുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ. ആ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ സ്ത്രീകളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ജനിക്കുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവനെ ഏറ്റവും നല്ല മകനായി വളർത്തൂ. അതുപോലെ ദൈവമേ നിനക്ക് സാധിക്കുമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ പുരുഷന്മാരെ സ്ത്രീകളായും സ്ത്രീകളെ പുരുഷന്മാരായും ജീവിക്കാൻ അനുവദിക്കണം. നിമിഷാർത്ഥങ്ങൾ കൊണ്ടുണരുന്ന ആസക്തികളുടെ കനലുകൾ കൊണ്ട് ഒരാണായി ജീവിക്കുകയെന്നാൽ എത്ര ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് പെണ്ണുങ്ങൾ മനസ്സിലാക്കട്ടെ. ഒരു പെണ്ണായത് കൊണ്ട് അവൾ അനുഭവിക്കുന്ന സങ്കടക്കടലുകൾ എത്രമാത്രമാണെന്ന് ഞങ്ങൾ ആണുങ്ങളും മനസ്സിലാക്കട്ടെ. ഇത് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. അതുപോലെ ഇതുപോലെ ഓരോ അധ്യായങ്ങളും നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഫുൾ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ഇതുപോലെ വേറൊരു അധ്യായമാണ് നമുക്ക് കുറച്ച് തമാശ, ഒരു ഹ്യൂമർ ഒക്കെ വരുന്ന ഒരു ഇതാണ് തന്തയില്ലാത്ത ഡിജിറ്റലിസം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒന്ന് നെറ്റിച്ചുളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ തന്തയില്ലാത്ത ഡിജിറ്റലിസം എന്ന് പറയുന്നത്? നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ഇദ്ദേഹം കുറിച്ചിടുന്നത്. അദ്ദേഹം പറയുന്ന ഒരു സത്യം ഇതാണ്: നുണ സത്യത്തെക്കാൾ എളുപ്പത്തിൽ വിറ്റുപോകുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയ. നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണല്ലേ അത്. അപ്പോ ഒരു ഇത് പറയുകയാണെങ്കിൽ ദിലീപിന്റെ വീട്ടിൽ നടന്നത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കഴിഞ്ഞു, അത് വളരെ വൈറലായി പോകും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് പറയാം. അപ്പൊ നിങ്ങളെ രണ്ട് ചുണ്ടുകളും കൂട്ടിമുട്ടാതെ നിങ്ങൾ കൊക്കക്കോള എന്ന് പറയാം. ഒരു 3 തവണ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കൊക്കക്കോള എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് നോക്കാം. നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വൻ പരാജയമാണ്, നിങ്ങളൊരു പരാജയമാണ്. അത് 2 വട്ടം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത് സക്സസ് ആയതെങ്കിൽ നിങ്ങൾ അതിനേക്കാളും വലിയ പരാജയമാണ്. അതല്ല, നിങ്ങൾ 3 വട്ടം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത് കൊക്കക്കോള എന്ന് ചുണ്ട് മുട്ടാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ വൻ തോൽവിയാണ്. അതിന് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങളത് എന്താ പറയാ തിരിച്ചാലോചിക്കുക. എങ്ങനെയായാലും കൊക്കക്കോള എന്ന് പറയുമ്പോൾ ചുണ്ട് മുട്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മളൊരു ബോധമുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. ഇതാണ് സത്യത്തില് സോഷ്യൽ മീഡിയ ചെയ്യുന്നതും. സത്യങ്ങളെ വളച്ചൊടിച്ച് നല്ല ഭംഗിയുള്ള നുണകളാക്കി മാറ്റുക. അതാണ് ഈ ഇന്നത്തെ കാലത്ത് വിറ്റഴിഞ്ഞു പോകുന്നതും. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിമർശിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അംബാനിയുടെ വീട്ടില് കല്യാണം നടന്നു. അന്നത്തെ കല്യാണത്തില് ചെലവഴിച്ചത് 5000 കോടി എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ കമന്റ് വരികയാണ്, എന്തിനാ ഇത്ര ദൂർത്ത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്മാര് മനസ്സലിവില്ലാതായി പോകുന്നത്, ആഫ്രിക്കയിലൊക്കെ എത്ര ആൾക്കാരാണ് ഭക്ഷണം ഇല്ലാതെ മരിക്കുന്നത് എന്നൊക്കെ കമന്റ് ഇടുന്നതിന് മുന്നേ നമുക്ക് വിശക്കുമ്പോ
ചിക്കൻ ബിരിയാണി വാങ്ങാൻ നമ്മളെ കയ്യിൽ കാശുണ്ട്. പകരം നമ്മളൊരു ബ്രെഡും ജാമും വാങ്ങി ബാക്കി പൈസക്ക് ഒരു പാവപ്പെട്ടവൻക്ക് ഒരു നേരത്തെ ഫുഡ് വാങ്ങാൻ നമ്മൾ തുനിയുന്നുണ്ടോ? ഉണ്ടാ. അത് നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്വയം തിരിച്ചറിയാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതാണ് ശരിക്കും അവിടെ ചെയ്യേണ്ടത്. അപ്പൊ വിമർശിക്കുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ പത്തേമാരിയില് മമ്മൂക്ക പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ അതാണ് യഥാർത്ഥ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഉള്ളൊരു സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ഉപയോഗം ഉള്ളതായിട്ട് മാറാൻ ശ്രമിക്കാം. ഇത്രയും തരത്തിൽ ഇതൊക്കെയാണ് അതിലുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു അധ്യായം വരുന്നതാണ് സൗഹൃദം, പ്രണയം, ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഇതിൽ അവസാനത്തെ അധ്യായമായിട്ട് വരുന്നത്. ഇതില് അവസാനം പറയുന്ന ഒരു അദ്ദേഹത്തിന് കയ്യിൽ വന്നിട്ടുള്ള വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു സന്ദേശം കൊണ്ടാണ് ഈ ഒരു പുസ്തകം അവസാനിക്കുന്നത്. അതിൽ പറയുന്നത് ഇതാണ്: പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ജോലി തൊഴിൽ രഹിതന്റെ സ്വപ്നമാണ്. ശല്യപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കൾ കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു വീടില്ലാത്തവന്റെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവന്റെ സ്വപ്നമാണ്. നിങ്ങളുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ്. നിങ്ങളുടെ പുഞ്ചിരി വിഷമിക്കുന്നവന്റെ സ്വപ്നമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പുസ്തകം അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ജീവിതത്തിലോട്ട് ഒരു ബൈനോക്കുലറുമായിട്ട് കടന്നു ചെല്ലും. അത് ഉറപ്പാണ്. അത്രയും ഞാൻ നമ്മളെ എല്ലാവരോടും നിർബന്ധമായിട്ടും വായിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ ചാരന്മാർ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ശേഷം വന്നൊരു പുസ്തകമാണ് സ്നേഹം, കാമം, ഭ്രാന്ത് എന്ന് പറയുന്നത്. അത് ഒരുപാട് പേര് വായിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ചാരന്മാർ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവരെയൊന്നും കിട്ടിയ റിപ്ലൈ ഇല്ല എന്നാണ്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ ബുക്ക് റിവ്യൂ അവസാനിക്കുകയാണ്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ആസിഫ് അലി ഇഷ്യൂ അല്ലെ, ഒരു പാരിതോഷികം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പൊ ഈ ജോസഫ് അന്നൻകുട്ടി വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആസിഫ് അലിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു ന്യൂ കമറാണ്, വലിയൊരു നടനും കൂടിയല്ല, അപ്പൊ ഒരു പുതുമുഖമാണ്. ഇതിൽ വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരാളാണ്. എന്നിട്ടും കൂടി തന്റെ ഒരു അനിയനെ പോലെ നമ്മുടെ കൂടെ ചേർത്ത് അദ്ദേഹം കൊണ്ടു നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, ആസിഫ് അലി. അപ്പൊ അദ്ദേഹത്തിനുമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയില് ഇതുപോലെ ഇന്നലെ മിഞ്ഞാന്നായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ ആ ഒരു വീഡിയോ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എവിടെയായിരുന്നാലും മനുഷ്യരെ തല കുനിയാൻ നിങ്ങൾ അനുവദിക്കരുത്. ഞാൻ ഒറ്റക്കാണ്, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മൾ കാരണം നമ്മൾ കാരണം ഒരു ലജ്ജ ഉണ്ടാക്കി തല കുനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആരെയും നമ്മളൊരു ഡിസ്പ്ലേസ്ഡ് ആക്കാതിരിക്കുക. ഇതാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും എവിടെയായാലും നമ്മളുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു വൈബ് ഉണ്ട്. ആ വൈബ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. ഒരു മാരി ആഞ്ചലോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയറ്റ് പറഞ്ഞ ഒരു കൊട്ടേഷൻ വഴി ഞാൻ ബുക്ക് റിവ്യൂ അവസാനിപ്പിക്കുകയാണ്. ആ പറഞ്ഞത് ഇങ്ങനെയാണ്: പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു സെഡ്, പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു ഡിഡ്, ബട്ട് പീപ്പിൾ വിൽ നെവർ ഫോർഗെറ്റ് ഹൗ യു മേഡ് ദം ഫീൽ. താങ്ക് യു. താങ്ക് യു നിഖില. നമുക്ക് ദൈവത്തിന്റെ ചാരന്മാർ എന്നുള്ള പുസ്തകം വളരെ നല്ല രീതിയിൽ നിഖില പറഞ്ഞു തന്നു. ഇനി ബുക്കിന് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ജിസ്മിയെ ക്ഷണിച്ചോളൂ. ഹായ്, എല്ലാവർക്കും കേൾക്കാവോ? ആദ്യം തന്നെ നിഖിലക്ക് എല്ലാവിധ കൺഗ്രാറ്റ്സ് അറിയിക്കുന്നത്. ഞാൻ ഇന്ന് നിഖിലന്റെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോ ഇന്നൊരു ബുക്ക് റിവ്യൂ ഞാനാണ് പറയണേ പറഞ്ഞിട്ട് നിഖിലക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പൊതുവെ ഞാൻ നിഖിലനെ ഇങ്ങനെ ടെൻഷനായിട്ട് കാണാറില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ടെൻഷനായിട്ട് കാണില്ല. അപ്പൊ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം എനിക്ക് എന്താണോ ഭയങ്കര ടെൻഷൻ വന്നു.
പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ നിഹൽ ഇന്ന് അവതരിപ്പിച്ച് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ തെരഞ്ഞെടുത്ത ബുക്ക് പൊതുവേ നമുക്കറിയാം അല്ലെ, ജോസഫ് അന്നൻകുട്ടി ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണ്. പൊതുവെ എല്ലാവരും ആളുടെ ഒരു വീഡിയോ കാണുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഞാനും ആളുടെ വീഡിയോസിനെ ആളുടെ ആ ഒരു സ്പീക്കർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു എവിടേക്കോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഒരു കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എവിടേക്കോ ഒരു സമാധാനം കിട്ടുന്ന ഒരു വാക്കുകൾ ആളിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ആളുടെ ഒരു ബുക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ വായിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ദൈവത്തിന്റെ ചാരന്മാർ. ഒരിക്കൽ നിഹലേന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു റിവ്യൂ നമ്മൾ മുന്നേ കേട്ടിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ ഇത്ര 21 അധ്യായങ്ങൾ എന്തോ ഉണ്ടെന്നാണ് അറിയാം. അപ്പൊ അത്രയും പറയാനുള്ള ഒരു ടൈം നമുക്കിപ്പോ ഈ ഒരു റിവ്യൂവിൽ കിട്ടിയില്ലെങ്കിലും അതിലത്തെ എന്താ പറയാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് നടക്കുന്ന കുറെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ് വളരെ രസകരമായിട്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നെ നിഹൽ അത് അവതരിപ്പിച്ചു. എന്തായാലും നന്നായി ചെയ്തു എന്ന് തന്നെയാണ്. അപ്പോ ഓക്കെ. താങ്ക് യു ജിസ്മി. ഇനി അടുത്തതായി റിവ്യൂവിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാൻ നമുക്ക് മുഫീദയെ ക്ഷണിക്കാം. മുഫീദ. ഓക്കെ. ഹായ്, കേൾക്കണില്ലേ എല്ലാവർക്കും? നിഹില നല്ല അടിപൊളിയായിരുന്നു പ്രസന്റേഷൻസ് ഒക്കെ. പിന്നെ നമ്മളിപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും നിഹില വ്യക്തമായിട്ട് നമുക്ക് ഓരോ ഉദാഹരണങ്ങളൂടെ ഈ ഒരു ബുക്ക് നിഹില നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ നിഹില പറഞ്ഞ ഒരു ബുക്കിന്റെ ഓരോ ബുക്കിലുള്ള ഓരോ കോഴ്സുകളും പറയുമ്പോഴും അത് നമുക്ക് ആ ഒരു ബുക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നിഹില, താങ്ക് യു നിഹില. ഓക്കെ. താങ്ക് യു മുഫീദ. അടുത്തതായിട്ട് നാജിയ ഫീഡ്ബാക്ക് പറയാൻ വരുന്നുണ്ട്. നാജി. ഹലോ, കേൾക്കല്ലേ? ഓ, നിഹില നല്ലൊരു ബുക്കാണ് തിരഞ്ഞെടുത്തത്. പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വായിക്കണം എന്നും വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ ജോസഫ് അന്നക്കുട്ടി ജോസ് അല്ലേ, നമുക്ക് ഒരുപാട് ഞാൻ യൂട്യൂബിലല്ല, ഞാൻ ഇൻസ്റ്റയിലാണ് ആളെ ഫോളോ ചെയ്യണതും ആളെ പറ്റി അറിയണതും. അപ്പം അന്ന് ഇതേപോലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും പറയണത് കേട്ടിട്ടില്ലെങ്കിലും ആ സെയിം കാര്യം ജോസഫ് അന്നക്കുട്ടി ജോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ എന്തായാലും കേൾക്കും എന്നുള്ളത്. അപ്പൊ ആള് എഴുതിയ ഒരു ബുക്ക് അത്രയും നല്ല ബുക്കായിരിക്കും. അത് ചുരുങ്ങിയൊരു സമയം കൊണ്ട് അത് നിഹില നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതും കറന്റ് ഇഷ്യൂസ് എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല രസമായിട്ട് തന്നെ പറഞ്ഞു തന്നു. നിഹില അല്ലെങ്കിലും പൊളിയാണ്, അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. താങ്ക് യു നിഹില. താങ്ക് യു നാജി. ഇനി ആർക്കെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടോ? നിഹല അനസ്. ബുക്ക് നല്ല രീതിയിൽ പരിചയപ്പെടുത്തിയിട്ട്, അതുമല്ല മുഫീദയും അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ റിലവൻ്റ് ഇപ്പൊ നടക്കുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അത് കൂടുതൽ നമ്മളിൽ ഇൻഫ്ലുവൻസ് നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിന്റെ വാക്കിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നീ അതിനെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടാണ് പറഞ്ഞത് എന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മനുഷ്യത്വം എന്നും നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് നീ അതിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ആ ഓതറും അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊന്ന് നന്നായിട്ട് നീ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു നിഹല. താങ്ക് യു മിസ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും? ഹലോ, കേൾക്കുന്നുണ്ടാ? ദൈവത്തിന്റെ ചാരന്മാര് ഇതുപോലെ ഞാനിങ്ങനെ നമ്മൾ ജോസഫ് അന്നൻകുട്ടിനെ പറ്റിയിട്ട് ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങി വായിച്ചൊരു ബുക്കാണ്. അപ്പോൾ നിഹില പ്രസന്റ് ചെയ്ത് നന്നായിരുന്നു കേട്ടോ, നല്ല രസമായി. അതിലെടുത്ത ഒരു അധ്യായം എന്ന് പറയുമ്പോൾ ഒരുപാട് അധ്യായങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തത് വളരെ നന്നായി. അപ്പം അമ്മയുടെ ആ ഭാഗം പറഞ്ഞതും അങ്ങനെ കുറച്ച് സെലക്റ്റീവായിട്ട് എടുത്തതും കോട്ട് ചെയ്തതൊക്കെ വളരെ നന്നായും തോന്നി. വളരെ നന്നായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നത് തന്നെ.
നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. നമ്മളൊക്കെ പറയുന്ന ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കൊട്ടേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ലൈഫിൽ ഇതുപോലെയല്ലേ ഒരുപാട് പേര് കയറി ഇറങ്ങി പോകുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പൊ അവര് നമ്മളെ ഫീൽ ചെയ്യിച്ചു, അവർ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ നമുക്ക് ചെയ്തതെന്നുള്ളത് നമ്മളെ മറക്കും ചിലപ്പം. പക്ഷെ അവരുണ്ടായിരുന്ന സമയം നമ്മളത് എങ്ങനെ ഫീൽ ചെയ്തു, നമ്മുടെ ലൈഫിൽ അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഭയങ്കര വലുതാ. അപ്പൊ ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് അത് തന്നെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നല്ല നിലയ്ക്ക് പ്രസന്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഷബ്ന. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടോ? ഹലോ, കേൾക്കാല്ലേ? നിഹല വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് അതിലെ ഓരോ സെന്റൻസും എടുത്ത് പറഞ്ഞിട്ടൊക്കെ അവതരിപ്പിച്ചപ്പോൾ ബുക്കൊന്നും വായിക്കാത്ത ഒരാളാണ് ഞാൻ, എനിക്കും വായിക്കാൻ തോന്നി. പിന്നെ വളരെയധികം റെഫർ ചെയ്തിട്ടാണ് നിഹല അവതരിപ്പിച്ചത് എന്നുള്ളത് നിഹലയുടെ അവതരണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു നിഹല. താങ്ക് യു. താങ്ക് യു ഫാത്തിമ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടോ? പറയട്ടെ. ഹലോ, ആരാന്ന് മനസ്സിലായോ? എന്നറിയടി, ഷാദിയ. ആ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ ഫസ്റ്റ് ആ ഒരു പറയുന്ന ഒരു നമ്മൾ തന്നെ അത് കേട്ടപ്പോ എനിക്ക് ക്ലിയർ ആവണില്ല. ഇല്ല, ബ്രേക്ക് ആയിട്ടാ കേൾക്കണേ. ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ നല്ലോണം ഉണ്ട്. ഇപ്പൊ കേൾക്കാണ്ട്, ഇപ്പൊ പറഞ്ഞിട്ട് കേട്ടോ. ഇനി ഞാൻ പറയണോന്നൊക്കെ. ഇപ്പൊ കേൾക്കണുണ്ടാ? ഉണ്ട്. നല്ല നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത്. നിഹിലയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോവും ആ ഒരു ക്ലാസ്. കേൾക്കുന്നുണ്ടാ? അത് കേട്ടു. ഞാൻ ഇനി പറയുന്നില്ല. കേട്ടടി. താങ്ക് യു ഷാദിയ. ഷാദിയക്ക് നെറ്റിന്റെ പ്രോബ്ലം കാരണം പറയാൻ പറ്റിയില്ല. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടോ? ഹലോ, ഹായ്. ഫർഹയാണ്. അപ്പൊ ഇന്ന് കുറച്ച് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, മോളെ ക്ലാസ് ആയതുകൊണ്ട്. പിന്നെ അപ്പൊ ജിസ്മിയ പറഞ്ഞ പോലെ നല്ല ടെൻഷനായിരുന്നു. ആള് അങ്ങനെ ടെൻഷനായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതിപ്പോ നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. പിന്നെ ബുക്ക് ഇൻഫ്ലുവൻസ് എന്നുള്ള രീതിയിൽ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നതുമാണ്. ഈ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ നിഹില തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അതിലത്തെ കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്തായാലും പ്രസന്റേഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. ഇനി എന്തായാലും വായിക്കണം എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സൂപ്പർ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഫർഗ. ഇനി ആരെങ്കിലും പറയണ്ടോ ഫീഡ്ബാക്ക്? ഇനി ആരും പറയണില്ല എന്ന് വിചാരിക്കുന്നു. ഇത്രയും പേര് ഇങ്ങോട്ട് കയറി പറഞ്ഞപ്പോ തന്നെ നിഹിലക്ക് മനസ്സിലായിണ്ടാവും വളരെ നല്ല രീതിയിലാണ് നിഹില ഇത് പ്രസന്റ് ചെയ്തത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് അവസാനിപ്പിച്ചാലോ?